ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ എം.ആർ. രാജേഷിനെതിരെ 7ാം വാർഡ് കൗൺസിലർ സുമിത്ര വിനോദ് ഉന്നയിച്ച ആരോപണത്തെ തുടർന്നാണ് കൗൺസിൽ ഹാളിൽ ബഹളമുയർന്നത്. ബുധനാഴ്ച നടന്ന ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിനു ശേഷമാണ് നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനെതിരെ 7ാം വാർഡ് കൗൺസിലർ സുമിത്ര വിനോദ് ആരോപണം ഉന്നയിച്ചത്. നഗരസഭയുടെ കണ്ടീജന്റ് ജീവനക്കാരെ ഉപയോഗിച്ച് കൗൺസിലർ എം.ആർ. രാജേഷ് തന്റെ വാർഡിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് താൻ അറിയാതെയാണെന്നും ഇതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും സുമിത്ര വിനോദ് പറഞ്ഞു. അപ്പൊ ഞാൻ രാജേഷ് കൗൺസിലറിനോട് ഞാൻ പറഞ്ഞു, എന്റെ വാർഡിലെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട്, അതിനു വേണ്ടിയാണല്ലോ എന്നെ 7ാം വാർഡിലെ കൗൺസിലറായിട്ട് രാജേഷ് കൗൺസിലർ 9ാം വാർഡിലെ കാര്യം നോക്കിക്കോളൂ പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം രാജേഷ് കൗൺസിലർ വേഗം ഫോണിൽ റെക്കോർഡ് ഓൺ ആക്കി പോക്കറ്റിലിട്ടു. പറയൂ കരിമാന കൃഷിക്കാരെ എനിക്ക് ജീവനാണ്, എനിക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. ആയിക്കോട്ടെ, റെക്കോർഡുകൾ ചിലപ്പോ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വാർഡിലെ ഒരു റോഡിലെ ഒരു കുഴിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ സെക്രട്ടറിയുടെ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലിട്ട ആളാണ്. അപ്പൊ റെക്കോർഡ് ചെയ്യണം, ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. പക്ഷേ എന്റെ വാർഡിൽ ഒരു കാര്യം നടക്കുമ്പോൾ അത് ഞാനും കൂടെ അറിയണം. ഞാൻ പറഞ്ഞു, രാജേഷ് കൗൺസിലർ എന്നോട് പറഞ്ഞു, കരിമാന കൃഷിയിലെ ആൾക്കാർ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മാരിയമ്മൻ കോവിലിന്റെ ഉത്സവത്തിനൊക്കെ രാജേഷ് കൗൺസിലർ നല്ല സജീവമായിരുന്നു, ഇത്തവണ കണ്ടില്ല. അപ്പൊ അമ്പലത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, പൊന്നാരം പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് തിരിച്ചാ മറുപടി പറയാൻ അത്തരം സംസ്കാരമല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മുകളിൽ പോയി പറയാനാ പറഞ്ഞു, മുകളിലും താഴെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു തീരുമാനം ഇവിടുന്ന് ഉണ്ടാക്കി. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കൗൺസിലർമാർ തമ്മിലുള്ള വാക്കുതർക്കത്തിലേക്ക് വഴിവെച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് 33 വാർഡിനകത്തും പല പ്രശ്നങ്ങൾ സുബീഷ് അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇടപെട്ടത്. ഞാൻ സുമിത്രയുടെ വാർഡിനകത്തെ ഒരു വോട്ടറാണ്, ഒരു പാവപ്പെട്ട വോട്ടറാണ്. ആ വോട്ടറുടെ വികാരം മനസ്സിലാക്കണം. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ രാവിലെ അടിച്ച് നടന്നു പോകുമ്പോൾ റോഡ് സൈഡ് മുഴുവൻ പന്ത് പിടിച്ചെടുക്കുകയാണ്. ആലുംപാറ വാർഡ് എന്ന് പറഞ്ഞാൽ ആലുംപാറ പ്രദേശം മാത്രം വരുന്നല്ല, കരുമാനാംകുറിശി പ്രദേശം വരുന്നതാണ്. കരുമാനാംകുറിശി പ്രദേശത്ത് ഒരു ലേശം ഭാഗം, അതായത് കരുമാനാംകുറിശി 9ാം വാർഡിനകത്ത് വെട്ടാൻ വിളിച്ച സമയത്ത് കരുമാനാംകുറിശി ഒരു തലക്കും തുടങ്ങിക്കോളി, ആ ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു തലക്കും തുടങ്ങാൻ തീരുമാനിച്ചത്. അല്ലാണ്ട് ഒരിക്കലും ആലുംപാറ സെന്ററിൽ വന്ന് വെട്ടി അവിടെ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചില്ല. ഒരു തലക്കും തുടങ്ങുമ്പോൾ തന്നെ അതിന് തൊട്ട് തലേ ദിവസം അവിടുന്ന് പാമ്പ് കണ്ടു. കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ഒരു സൈഡിലേക്ക് മാറി നിൽക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഈ നിരവധിയായ ആളുകളെ കൂട്ടിക്കൊണ്ട് ആലുംപാറ പ്രദേശത്ത് പൊന്തവിട്ടുണ്ടായി. അതുപോലെ തന്നെ അവിടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ തന്നെ പൊന്തവിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആ ഭാഗത്ത് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങൾ ചെയ്യാനോ ആ കൗൺസിലർ കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ പ്രദേശത്തുള്ള ആൾ എന്നോട് പറഞ്ഞത്. ഞാൻ അവിടെ ഒരു വോട്ടറും കൂടെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരിക്കലും ഇപ്പോ സുമിത്രോട് ഒരു എതിർപ്പ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യം കാണിച്ചിട്ടോ ഒന്നുമല്ല ചെയ്തത്. ഞാൻ സ്വാഭാവികമായിട്ട് എന്റെ നാട്ടിലെ ആളുകൾ എന്നോട് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ വാർഡിനകത്തും കൂടി കരിമാനാംകുറിശിന്റെ ഒരു റോഡിന്റെ ഒരു വശം ഒരു വാർഡും റോഡിന്റെ മറുവശം വേറൊരു വാർഡാണ്. അപ്പൊ അങ്ങനെ ഒരു തലക്കുന്ന് പകുതിയും തൊട്ടി കഴിഞ്ഞ മുട്ടപ്പള്ളി ജനങ്ങള് കുറ്റപ്പെടുത്തല്ലോ. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോയി പല സമയം അവിടെ കാട് വെട്ടിയ സമയത്ത് അമ്പലത്തിൽ മാരിപ്പൂജയായിരുന്നു. മാരിപ്പൂജ ഈ 7ാം വാർഡിനകത്താണ്. ഈ സുമിത്ര പറഞ്ഞ അമ്പലത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് ഇന്നലെ പറഞ്ഞ പരാമർശം അതല്ലായിരുന്നു, അത് വേറെ രീതിയിലായിരുന്നു. വനിതാ കൗൺസിലറെ അപമാനിച്ചു എന്ന് പറഞ്ഞ് UDF കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ ബഹളമുയർത്തി. വിഷയത്തിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം.ആർ. രാജേഷ് കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തുപോയതും കൗൺസിലർമാരെ പ്രകോപിപ്പിച്ചു. രാജേഷ് കൗൺസിലർ യോഗം അവസാനിപ്പിച്ചു എന്ന് പറയാൻ എണ്ണീറ്റ് പോയിട്ട് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം 30,000 രൂപയാണ് നമുക്ക് തൊഴിലുറപ്പിന് കിട്ടിയത്. ആലുംപാറ ഭാഗത്ത് 5 ദിവസവും സെയിം, അതുപോലെ തന്നെ കരിമാനാംകുറിശി ഭാഗത്ത് 5 ദിവസവും അവര് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വെട്ടിക്കൊടുത്തിട്ടില്ല. അവിടുത്തെ ജനങ്ങൾ നമ്മളോട്
ആദ്യം നമ്മൾ ബഹുമാനപ്പെട്ട സുമിത്ര കൗൺസിലർ അവരുടെ ആ ഒരു പ്രശ്നം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവർക്ക് പറയാനുള്ള കാര്യം അതോടനുബന്ധിച്ച് പറഞ്ഞു. ഇപ്പോ അതിന്റെ ഒരു ആൻസർ എന്നുള്ള നിലയ്ക്ക് സുമിത്ര കൗൺസിലർ അതിന് മറുപടി പറഞ്ഞു. അതും ഞാൻ കേട്ടില്ലേ? രണ്ടു പേർക്കും പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞു. ഇത് അത് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത പ്രശ്നം തെരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിന്റെ മറുപടി സെക്രട്ടറി പറയുന്നതായിരിക്കും. ചെർപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEI, ED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.